ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ കറി ചിക്കൻ ആണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തായ് റെസിപ്പിയാണ് ഇത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നാട്ടിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇതിനൊരു പേസ്റ്റ് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. മെയിനായിട്ട് ഇതാ ഈ ഒരു ഗ്രീൻ കറി പേസ്റ്റ് വേണം. നല്ല മണം ഉണ്ട് കേട്ടോ. എനിക്ക് മൂക്കടഞ്ഞിട്ട് പോലും അതിൻ്റെ ആ ഒരു മണം ഇങ്ങനെ കയറുന്നുണ്ട് മൂക്കിലേക്ക്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകാതെ നമ്മുടെ ഗ്രീൻ കറി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ കറി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല കട്ടി തേങ്ങാപ്പാൽ പാനിൽ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി തിളപ്പിച്ച് വരുമ്പോൾ അതിൽ ആ എണ്ണയൊക്കെ ഇങ്ങനെ കിരിഞ്ഞു വരുമല്ലോ, ഈ ഒരു എണ്ണയിലാണ് നമ്മൾ നമ്മുടെ ഗ്രീൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അത് അതുപോലെ എണ്ണയൊക്കെ ഇങ്ങനെ കിരിഞ്ഞു വരും. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കതിലേക്ക് ഗ്രീൻ കറി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ പാക്കറ്റ്സിലാക്കിയിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു 3-4 വട്ടം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് നന്നായിട്ട് മൊരിയിച്ച് നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, ബീഫ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. എന്നിട്ട് ചിക്കൻ നല്ല പോലെ അതിലിങ്ങനെ ഇളക്കി അതിന്ന് ആ ഒരു ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് വെള്ളമായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. കട്ടി കുറവുള്ള തേങ്ങാപ്പാലാണെങ്കിൽ അത് എങ്ങനെയാണോ അങ്ങനെ അത് മാത്രം ഒഴിച്ചാൽ മതി, വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. കട്ടിയുള്ളതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാരകത്തിൻ്റെ ഇല ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നമ്മൾ സംഭാരമൊക്കെ ഉണ്ടാക്കില്ലേ, അത് ആ ഒരു ഇലയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഒരു പ്രത്യേക മണവും എന്താ പറയുക ഫ്ലേവറൊക്കെയാണ് ഇതിന് ആ ഒരു ഇല കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഫിഷ് സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ കുറച്ച് എന്താ പറയുക പാം ഷുഗർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശർക്കര അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിൽ ലീഫ് ജസ്റ്റ് മിക്സിയിലൊന്ന് അരച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല ഗ്രീൻ കളർ കിട്ടിയില്ലേ. നമ്മുടെ ബേസിൽ ലീഫ് ഇല്ലെങ്കിൽ നമ്മുടെ സ്പിനച്ച് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ മിക്സിയിൽ അരച്ചാൽ മതി. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ അത് ചേർക്കാം. ഇവിടെ ഞാനിപ്പോൾ ബാംബൂ ഷൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും, ഇങ്ങനെ പാക്കറ്റിലാക്കിയിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ തായ്ലൻഡിൽ കിട്ടുന്നതാണ് ഈ ഒരു റെഡ് കളർ മുളക് കേട്ടോ. ഇതിന് എരിവൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റാണ്, പക്ഷെ നല്ല രസമാണ് ഇത് കറിയിൽ കിടക്കുന്നത് കാണാൻ. അവസാനം കുറച്ച് ബേസിൽ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സ്പൈസി ആയതുകൊണ്ട് ഞാൻ സ്വീറ്റ് ബേസിൽ ലീഫാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ തുളസിയുടെ ഇല ഉണ്ടല്ലോ അത് തന്നെ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഗ്രീൻ കറി ചിക്കൻ റെഡിയാണ് കേട്ടോ. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് നോർമൽ ജാസ്മിൻ റൈസിൻ്റെ കൂടെയാണ്. ഇവിടുത്തെ ഒരു മെയിൻ റൈസാണ് കേട്ടോ ജാസ്മിൻ റൈസ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ തായ്ലൻഡ് വരുമ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്, അങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ.